നമസ്കാരം. ഇന്ന് നമ്മൾ നാലാമത്തെ കേരള ഫിനാൻഷ്യൽ കോഡിന്റെ നാലാമത്തെ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഒരു മരണപ്പെട്ട സർക്കാർ ജീവനക്കാരന് ശമ്പളം നൽകുന്നതിനുള്ള നടപടിക്രമം, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് വിവരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ് എന്നാണ് ചോദ്യം. ആർട്ടിക്കിള് 83 KFC വോളിയം 1 ആർട്ടിക്കിൾ 83 അത് വിശദീകരിക്കുന്നത്. അടുത്ത ചോദ്യം, സർവീസിലിരിക്കെ മരിച്ചാൽ ശമ്പളം എത്ര നാൾ വരെ കണക്കാക്കാം? സർവീസിലിരിക്കെ ഒരാൾ മരിച്ചാൽ എന്ന് വരെയാണ് ശമ്പളം കണക്കാക്കുക? ആ മരണപ്പെട്ട ദിവസം മുതൽ. ആൻസർ മരണപ്പെട്ട ദിവസം വരെയുള്ള ശമ്പളമാണ് കണക്കാക്കുക. അടുത്ത ചോദ്യം, 18,000 രൂപ വരെയുള്ള ശമ്പള കുടിശ്ശിക അവകാശികൾക്ക് നൽകുന്നതിൻ്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ്? ഓൺ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻഡമിനിറ്റി ബോണ്ട്. ഒരു ഇൻഡമിനിറ്റി ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അവകാശികൾക്ക് ഈ കുടിശ്ശിക ശമ്പളം നൽകുന്നത്. 10/6/2012 രാവിലെ 6 മണിക്ക് മരിച്ച ജീവനക്കാരന് ആ മാസത്തെ എത്ര ദിവസത്തെ ശമ്പളം ലഭിക്കും? 10-ാം തീയതി രാവിലെ 6 മണിക്കാണ് മരണപ്പെട്ടത്. അപ്പോൾ ഒന്നുമില്ല, 6 മണിക്കായാലും ആ ദിവസത്തെ മുഴുവനായിട്ട് കൊടുക്കും. അതായത് 10-ാം തീയതി 10 ദിവസത്തെ ശമ്പളം കൊടുക്കും. ഇപ്പൊ രാവിലെ 6 മണിക്ക് മരണപ്പെട്ടു, അന്ന് പൂർണ്ണമായിട്ട് അയാൾ ജോലിക്കൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള കണക്കില്ല. മരണപ്പെട്ട ദിവസം ഏത് സമയമായാലും ശരി, ആ ദിവസത്തെ പൂർണ്ണമായ ശമ്പളം കൊടുക്കും. ലീഗൽ അതോറിറ്റി ഇല്ലാതെ നൽകുന്ന പരമാവധി തുക. ലീഗൽ അതോറിറ്റി ഇല്ലാതെ നൽകുന്ന പരമാവധി തുക എന്ന് പറഞ്ഞാൽ, അതായത് അതിനെ സംബന്ധിക്കുന്ന ഈ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ലീഗൽ ഹയർഷിപ്പ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ, അതില്ലാതെ എത്ര രൂപ വരെയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. അതെ, അത് 5,000 രൂപ വരെയാണ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കൊടുക്കാൻ വേണ്ടി കഴിയുക. അത് കാലങ്ങളായിട്ട് മാറ്റങ്ങൾ വരാം. ഇവിടെ ഇപ്പം നിലവിലുള്ള ചോദ്യത്തിന്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. 31/12/2015 മരണപ്പെട്ട ജീവനക്കാരന് ശമ്പളം അവകാശപ്പെടാവുന്നത്. അപ്പോൾ ഒരു ഡിസംബർ 15-ന് 31-ാം തീയതിയാണ് ഒരാൾ മരണപ്പെട്ടത്. അയാൾക്ക് എത്ര ദിവസത്തെ ശമ്പളം അവകാശപ്പെടാം? അയാൾക്ക് വേണ്ടിയിട്ട് 31 ദിവസത്തെ ശമ്പളം അനുഭവപ്പെടാം. അടുത്ത ചോദ്യം, ഒരു സർക്കാർ ജീവനക്കാരൻ 30/11/2015 രാവിലെ 5 മണിക്ക് അന്തരിച്ചു. അതായത് നവംബർ 30-ന് രാവിലെ 5 മണിക്ക് മരണപ്പെട്ടു. ആ മാസത്തെ ശമ്പളത്തിനും മറ്റ് അലവൻസുകൾക്കും അദ്ദേഹം എത്ര ദിവസത്തേക്ക് അർഹനാണ്? നവംബർ 30-നാണ് കേട്ടോ. അപ്പൊ നവംബർ 30-ന് രാവിലെ 5 മണിക്കാണെങ്കിൽ ആ 30-ാം ദിവസം വരെ പൂർണ്ണമായിട്ട് 30 ദിവസത്തെ ശമ്പളത്തിന് അർഹതയുണ്ട്. അടുത്ത ചോദ്യം, ട്രാവലിംഗ് അലവൻസ് ബില്ലുകൾ മാറുന്നതിന് ഏത് ഉദ്യോഗസ്ഥർക്കാണ് കൺട്രോളിംഗ് ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമായിട്ടുള്ളത്? കൺട്രോളിംഗ് ഓഫീസർമാരുടെ കൗണ്ടർ സിഗ്നേച്ചർ വെച്ചിട്ട് ബില്ല് മാറണം എന്ന് പറയുന്നത് ആർക്കാണ് നിർബന്ധമുള്ളത്? അത് ഗസറ്റഡ് ഓഫീസർമാരുടെ TA ബില്ലുകൾക്കാണ്. ഗസറ്റഡ് ഓഫീസർമാരുടെ TA ബില്ലുകൾ കൺട്രോളിംഗ് ഓഫീസർമാർ കൗണ്ടർ സൈൻ ചെയ്യണം എന്നാണ് റൂള്. അടുത്തത്, പണം നൽകുന്നതിന് മുമ്പ് കൺട്രോളിംഗ് ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമായ ട്രാവലിംഗ് അലവൻസ് ബില്ലുകളിൽ ആരുടേതാണ് ഉൾപ്പെടുന്നത്? പണം നൽകുന്നതിന് മുമ്പ് കൺട്രോളിംഗ് ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമായ TA ബില്ലുകൾ താഴെ പറയുന്നവയിൽ ആരുടേതാണ് ഉൾപ്പെടുന്നതെന്നാണ്. ഇത് പറയുന്നതിൽ
കമ്മിറ്റികളിൽ സേവനമനുഷ്ഠിക്കുന്ന നിയമസഭാംഗങ്ങൾ പോലുള്ള ഓണററി ഓഫീസർമാരുടെയാണ്. നമുക്കറിയാം ട്രാവലിംഗ് അലവൻസ് ബില്ലുകൾ ചില ഉദ്യോഗസ്ഥർക്ക് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ല. ആ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്ത ബില്ല് ആൾക്കാരെന്ന മന്ത്രിമാർക്ക് വേണ്ട, PSC ചെയർമാൻ, ഹൈക്കോടതി ജഡ്ജി, അസംബ്ലി സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് സെക്രട്ടറി, റവന്യൂ ബോർഡ് അംഗങ്ങൾ, സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഈ 3 സെക്രട്ടറിമാർക്കും വേണ്ട, ജില്ലാ കളക്ടർമാർക്ക് വേണ്ട, വകുപ്പ് തലവന്മാർക്ക് വേണ്ട, സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻമാർക്കും വേണ്ട. ഇത്രയും വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ TA ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതില്ല. അടുത്ത ചോദ്യം, സർക്കാർ രൂപീകരിച്ച കമ്മിറ്റികളിലെ ഉദ്യോഗസ്ഥരല്ലാത്ത അംഗങ്ങളെ TA ബില്ലുകൾ ആര് കൗണ്ടർ സൈൻ ചെയ്താലല്ലാതെ മാറാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യം വന്നാൽ കൺട്രോളിംഗ് ഓഫീസറാണ് അത് കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരുടെ TA ബില്ലിനാണ് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമായത്? താഴെ കുറേ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇല്ലാത്തതാണ്. ഇതിൽ ഇല്ലാത്തത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ സെക്ഷൻ ഓഫീസർമാർ. സെക്ഷൻ ഓഫീസർമാർക്ക് ഈ TA ബില്ലിൽ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതുണ്ട്, അവരുടെ TA ബില്ല്. ഈ പിന്നെ നമ്മുടെ ഈ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് പറയുകയാണെങ്കിൽ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഈ 3 പേർക്ക് മാത്രമേ അങ്ങനെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്തുള്ളൂ. അത് ഓർമ്മിച്ച് വെക്കണേ. ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സെക്രട്ടറി. ബാക്കി എല്ലാവർക്കും, ഈ സെക്രട്ടേറിയറ്റിലെ ബാക്കി എല്ലാ ജീവനക്കാർക്കും അവരുടെ TA ബില്ല് ക്ലെയിം ചെയ്യാൻ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമാണ്. ഇരട്ട പേയ്മെന്റുകൾ ഒഴിവാക്കുന്നതിന്, ഡബിൾ പേയ്മെന്റ് ഒഴിവാക്കുന്നതിനായിട്ട് TA ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്യാൻ അധികാരമുള്ള ഓരോ അതോറിറ്റിയുടെയും ഓഫീസിൽ സൂക്ഷിക്കേണ്ട രജിസ്റ്റർ ഏതാണ്? നമ്മളിത് പറഞ്ഞതാണ്. വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി ഒരു ക്ലെയിം വരാതിരിക്കാൻ വേണ്ടി വന്നാൽ അത് ഓവർ പേയ്മെന്റ് ആവും, ഡബിൾ പേയ്മെന്റ് ആവും, ഇരട്ട പേയ്മെന്റുകളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു രജിസ്റ്റർ സൂക്ഷിക്കും. ആര്? ഈ കൗണ്ടർ സൈൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ. കൗണ്ടർ സൈൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കും. ആ രജിസ്റ്റർ ഏതാണ് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ സെപ്പറേറ്റ് ചെക്ക് രജിസ്റ്റർ എന്നാണ്. സെപ്പറേറ്റ് ചെക്ക് രജിസ്റ്ററാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരുടെ യാത്രാബത്ത ബില്ലിന് TA ബില്ലിനാണ് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമായത്? നമ്മളിപ്പോൾ ഈ പറഞ്ഞവരുടെ ഒഴികെ എല്ലാവർക്കും അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഈ പറഞ്ഞവരുടെ ഒഴികെ എല്ലാവരുടെയും TA ബില്ലുകൾക്ക് കൗണ്ടർ സൈൻ ആവശ്യമാണ്. ഒരിക്കൽ കൂടി മന്ത്രിമാര്, PSC ചെയർമാൻ, ഹൈക്കോടതി ജഡ്ജി, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് സെക്രട്ടറി, റവന്യൂ ബോർഡ് അംഗങ്ങൾ, സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാര്, വകുപ്പ് തലവന്മാര്, സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. ഇത് ഇത്രയും കാറ്റഗറിക്കാണ് അവരുടെ TA ബില്ലിൽ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്തത്. അപ്പൊ ഇവിടെ കാണുന്ന ആൻസറിൽ അഡീഷണൽ ഡയറക്ടർ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഉത്തരവുണ്ട്. ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് അവിടുത്തെ ഉത്തരം. താഴെ പറയുന്നവയിൽ ആരുടെ TA ബില്ലിലാണ് കൗണ്ടർ സിഗ്നേച്ചർ വേണ്ടത്? കൗണ്ടർ സിഗ്നേച്ചർ വെച്ച് ഈ നിയമസഭാ സാമാജികരുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് വെച്ച് പറയുകയാണെങ്കിൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും മാത്രമേ ആനുകൂല്യം ഉള്ളൂ. അതുകൊണ്ട് പിന്നെ മന്ത്രിമാർക്കും ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസറിൽ MLA മാർക്ക് സ്വന്തമായിട്ട് TA ബില്ല് എഴുതി എടുക്കാൻ കഴിയില്ല. അവർക്ക് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമാണ്. MLA മാർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ, നിയമസഭയിലെ MLA മാർക്ക് ഇത് ആവശ്യമാണ്. കൗണ്ടർ സിഗ്നേച്ചർ വേണം. ഇനി TA ബില്ലുകളുടെ ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കുന്നത് ഏത് ഫോമിലാണ്? KFCയുടെ ഏത് ഫോമാണ്? അതായത് TA ബില്ല് ചെക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് ഡബിൾ പേയ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടി കൗണ്ടർ സൈൻ ചെയ്യുന്ന ഓഫീസർമാര് അവരുടെ ഓഫീസിൽ സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് ചെക്ക് രജിസ്റ്റർ. പിന്നെ അതിന് സെപ്പറേറ്റ് ചെക്ക് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. അതിന്റെ ഫോം എത്രയാണ്? ഫോം നമ്പർ 9B ആണ്. 9B. ആരുടെ TA ബില്ലിനാണ് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്ത? വീണ്ടും അതന്നെ ചോദിക്കാണ്, തിരിച്ചു ചോദിക്കാം. ഇതിന് ആൻസർ ഇവിടെ നമ്മൾ പറഞ്ഞതിന് പ്രകാരമുള്ള ആൻസറിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ഉണ്ട്. ജോയിന്റ് സെക്രട്ടറിയുടെ പിന്നെ ബില്ലുകൾക്ക് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ല. ജോയിന്റ് സെക്രട്ടറിക്ക് വേണ്ട, അഡീഷണൽ സെക്രട്ടറിക്ക് വേണ്ട, സെക്രട്ടറിക്കും വേണ്ട. അടുത്ത്, ജില്ലാ കളക്ടറുടെ കൗണ്ടർ സൈൻ ചെയ്യാത്ത TA ബിൽ പാസ്സാക്കിയ ട്രഷറി ഓഫീസറുടെ നടപടി ശരിയാണോന്ന്? ജില്ലാ കളക്ടർക്ക് വേണ്ടിയിട്ടുള്ള TA ബില്ല് കൗണ്ടർ സൈൻ ചെയ്തിട്ടില്ല, അത് ട്രഷറി ഓഫീസർ പാസ്സാക്കി. അത് റെഗുലർ ആണോ, കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. ശരിയായ നടപടിയാണ്. ജില്ലാ കളക്ടറുടെ TA ബില്ലിന് എന്ത് വേണ്ട? കൗണ്ടർ സിഗ്നേച്ചർ വേണ്ട. അടുത്ത ഒരു ചോദ്യം, ജില്ലാ കളക്ടറുടെ TA ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് ആരാണ്? ജില്ലാ കളക്ടറുടെ
ടി എ ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് ആരാണ്? അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ജില്ലാ കലക്ടർക്ക് ടി എ ബില്ലിന് കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ല. അടുത്ത ചോദ്യം, റെയിൽവേ വാറന്റുകൾ നൽകുന്നതിനുള്ള നടപടിക്രമം കേരള ഫിനാൻഷ്യൽ കോഡിലെ ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ഞാൻ എൻ്റെ ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിൽ റെയിൽവേ വാറന്റ് എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി നിങ്ങൾ മനസ്സിലാകാത്തവർ കേട്ടിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഈ റെയിൽവേ വാറന്റുകൾ നൽകുന്നതിന് ഉള്ള നടപടിക്രമങ്ങൾ KFCയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 86-ലാണ്. അടുത്ത ചോദ്യം, തടവുകാരെ കൊണ്ടുപോകുന്നതിനായി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് റാങ്കിൽ കൂടാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് റെയിൽവേ വാറന്റുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ റെയിൽവേ വാറന്റുകൾ പിന്നെ തടവുകാരെയൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകുന്ന ഓഫീസർമാര്, അപ്പോൾ അവർക്ക് റെയിൽവേ വാറന്റുകൾ ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രത്യേക റാങ്ക് വരെ ഇത് പറ്റുള്ളൂ. അത് നിർബന്ധമാണ്. റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഏതാന്ന് വെച്ചാല് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന റാങ്കിന് മുകളിലുള്ളവർക്ക് ഈ വാറന്റ് ഉപയോഗിക്കാൻ പാടില്ല. റെയിൽവേ വാറന്റ് ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാല് സബ് ഇൻസ്പെക്ടർ, കേരളത്തിനെ സംബന്ധിച്ച് സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അതിന് താഴെയോ ഉള്ള ഉദ്യോഗസ്ഥർക്കാണ് സാധാരണഗതിയിൽ ബസ് വാറന്റുകൾ അനുവദിക്കുന്നത്. അടുത്ത ചോദ്യം, പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റ് ഏത് വകുപ്പിലെ ജീവനക്കാർക്കാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുമ്പോൾ മോട്ടോർ വാറന്റുകൾ ഉപയോഗിക്കാൻ അർഹതയുള്ളത്? പോലീസുകാർക്ക് സാധാരണഗതി മോട്ടോർ വാറന്റ് ഉപയോഗിക്കാം, റെയിൽവേ വാറന്റ് ഉപയോഗിക്കാം. പക്ഷെ ഇതല്ലാത്ത ഒരു കാറ്റഗറിക്ക് മോട്ടോർ വാറന്റുകൾ ഉപയോഗിക്കാനുള്ള അർഹതയുണ്ട്. അതാരാണ്? അത് എക്സൈസ് വകുപ്പിലെ ജീവനക്കാർക്കാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, റെയിൽവേ വാറന്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ കഴിയുക ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇൻസ്പെക്ടറും അതിന് താഴെയുമുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ റെയിൽവേ വാറന്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബസ് വാറന്റും അങ്ങനെ തന്നെയാണ്. ഈ നമ്മളെ കേരളത്തിലെ സബ് ഇൻസ്പെക്ടർമാർക്കും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കുമാണ്, പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഈ ബസ് വാറന്റ് ഉപയോഗിക്കാൻ കഴിയുക. അടുത്ത ഒരു അഡ്വാൻസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒരു വകുപ്പ് മേധാവിക്ക് ടൂർ യാത്രകൾക്കായി യാത്രാബത്ത അഡ്വാൻസ് അനുവദിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? വകുപ്പ് മേധാവിയാണ്. അപ്പൊ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന് ടൂറിന് യാത്രകൾക്കായിട്ട് യാത്രാബത്ത അഡ്വാൻസ് അനുവദിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ടൂർ ടി എ അഡ്വാൻസ് ആയിട്ട് അനുവദിക്കുക. ആ അർഹത എന്ന് പറയുന്നത് ഈ വകുപ്പ് മേധാവി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരാള് അനുവദിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് അഡ്വാൻസ് ടൂറ് സ്വയം അനുവദിക്കാം. അയാൾക്ക് വേണ്ടി തന്നെ അയാൾക്ക് അനുവദിക്കാം. അതിന്റെ മേലെ ഒരാൾക്ക് ഇയാൾക്ക് അനുവദിക്കേണ്ട ആവശ്യമില്ല. ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മേ സാങ്ഷൻ ടു ഹിംസെൽഫ് സച്ച് ആൻ അഡ്വാൻസ്. അത് അയാൾക്ക് തന്നെ അനുവദിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് ടൂർ യാത്രകൾക്കായി അഡ്വാൻസ് അനുവദിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടൂർ ടി എക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് അനുവദിക്കാൻ അധികാരമുള്ളത് ആരാണ്? അത് ഹെഡ് ഓഫ് ഓഫീസാണ്. അടുത്ത ചോദ്യം, മുൻപ് വാങ്ങിയ യാത്രാ അഡ്വാൻസ് ക്രമീകരിക്കുന്നതിന് മുമ്പായി പരമാവധി എത്ര യാത്രാ അഡ്വാൻസുകൾ അനുവദനീയമാണ്? നേരത്തെ ഒരു ടൂർ ടി എ മേടിച്ചു, അത് റെഗുലറൈസ് ചെയ്തില്ല, അതിനുശേഷം വീണ്ടും എത്ര എണ്ണം നമുക്ക് അനുവദിക്കാമെന്നാണ്. അങ്ങനെ അനുവദിക്കാൻ പാടില്ല. ഒരു അഡ്വാൻസും അനുവദിക്കാൻ പാടില്ല. നേരത്തെ വാങ്ങിയ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് റെഗുലറൈസ് ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ അഡ്വാൻസ് തുക നിലവിലുള്ള അഡ്വാൻസ് തുക തിരിച്ചടയ്ക്കോ കൃത്യമായി ക്രമീകരിക്കുക, അല്ലെങ്കിൽ ക്രമീകരിച്ച് ബില്ലുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് ബാലൻസ് തിരിച്ചടയ്ക്കോ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ
അടുത്ത TA കൊടുക്കാൻ പാടുള്ളൂ. സഹകരണ സംഘങ്ങളിൽ അടുത്ത ചോദ്യം, സഹകരണ സംഘങ്ങളിലേക്ക് അടയ്ക്കാനുള്ള തുകയുടെ കിഴിവ് വരുത്തുന്നത് ആരാണ്? സഹകരണ സംഘങ്ങളിലേക്ക് അടയ്ക്കാനുള്ള തുകയുടെ കിഴിവ് വരുത്തുന്നത് ഡ്രോയിങ് ഓഫീസറാണ്. നമ്മൾ ഒരു ജീവനക്കാരെ സഹകരണ സംഘത്തിലേക്ക് അടക്കണം, റിക്കവറി ആയി കഴിഞ്ഞാൽ അത് റിക്കവറി നടത്തുന്നത് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസറാണ്. എന്ന് പറഞ്ഞാൽ ശമ്പള വിതരണ ഉദ്യോഗസ്ഥൻ അഥവാ DDO ആണ് അത് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, കോടതി ഉത്തരവ് പ്രകാരം ജപ്തിയിൽ നിന്നും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അലവൻസുകൾ ഏതെല്ലാമാണ്? അതായത് കോടതി ഉത്തരവിൻ പ്രകാരം ഒരു ഇന്ന അലവൻസുകളിൽ നിന്ന് റിക്കവറി നടത്താൻ പാടില്ല. ഒരു കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ പോലും ചില അലവൻസുകളിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് റിക്കവറി നടത്താൻ വേണ്ടി പാടില്ല എന്നുണ്ട്. അപ്പോ അത് ഏതൊക്കെയാണ് എന്നാണ്. അത് ശരിക്കും പറയുന്നത് ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, കൺവെയൻസ് അലവൻസ്, യൂണിഫോം റേഷൻ അലവൻസ്, വീട്ടുവാടക അലവൻസ്, സ്റ്റൈപ്പൻഡ്, ഗ്രാറ്റുവിറ്റി, ശമ്പളമായി പരിഗണിക്കുന്ന DAയുടെ ഭാഗം, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് തുക, ഇതിൽ നിന്നൊന്നും തന്നെ നമ്മൾ റിക്കവറി നടത്താൻ പാടില്ല എന്നാണ്. അടുത്ത ചോദ്യം, സഹകരണ സംഘങ്ങളിലേക്കുള്ള കുടിശ്ശിക ഒഴിവാക്കാൻ വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ ശമ്പളം ബോധപൂർവം കൈപ്പറ്റാതിരിക്കുകയോ പിൻവലിക്കാതിരിക്കുകയോ ചെയ്താൽ സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താണ്? ഒരു ഉദ്യോഗസ്ഥന് കോപ്പറേറ്റീവ് റിക്കവറി ഉണ്ട്, അയാൾ ബില്ല് പ്രോസസ് ചെയ്യുന്നില്ല, സാലറി വാങ്ങുന്നില്ല, അത് ബോധപൂർവം അങ്ങനെ പെൻഡിങ്ങിൽ നിർത്തുകയാണ്, പിൻവലിക്കാതിരിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ റിക്കവറി വന്നുകൊണ്ട് അത് ബോധപൂർവം തിരിച്ചടയ്ക്കാതിരിക്കാൻ വേണ്ടി, റിക്കവറി നടത്താതിരിക്കാൻ വേണ്ടി ബില്ല് സബ്മിറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അത് നിർബന്ധമായിട്ടും വകുപ്പ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ആ ഉദ്യോഗസ്ഥന്റെ ശമ്പളം നിർബന്ധമായിട്ടും മാറുകയും സഹകരണ സംഘത്തിലേക്കുള്ള കുടിശ്ശിക അടച്ച വിവരം ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വകുപ്പ് മേധാവിയുടെ പെർമിഷനോടുകൂടി ഇദ്ദേഹത്തിന്റെ ബില്ല് നിർബന്ധമായിട്ടും നമുക്ക് മാറാം. അതിനുശേഷം ആ റിക്കവറി കുടിശ്ശിക അടച്ച വിവരം ഉദ്യോഗസ്ഥനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ശമ്പള ബില്ലിൽ നിന്നുള്ള നിർബന്ധിത പിടുത്തം അല്ലാത്തത് ഏതാണ്? ശമ്പള ബില്ലിൽ നിന്ന് നിർബന്ധമായിട്ടും പിടുത്തം അല്ലാത്തത് ഏതാണ്? ഒന്ന് ഇൻകം ടാക്സ് ആണ്, പ്രോവിഡന്റ് ഫണ്ട്, തൊഴിൽ നികുതി, സഹകരണ സംഘം കുടിശ്ശിക. നിർബന്ധമായിട്ട് അല്ലാത്തത് സഹകരണ സംഘം കുടിശ്ശികയാണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം കമ്പൽസറി ഓരോ നോർമലായിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത്ര ശതമാനം വരെ പിടുത്തം പാടുള്ളൂ എന്നുണ്ട്. അതിൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പിടിക്കേണ്ടതില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ അത് ഒഴിവാക്കാവുന്നത് കോപ്പറേറ്റീവ് റിക്കവറിയാണ്. അടുത്ത ചോദ്യം, ആവശ്യമെങ്കിൽ ഒരാളുടെ മുഴുവൻ ശമ്പളവും താഴെ പറയുന്ന ഏത് കാര്യത്തിനായി പിടിച്ചെടുക്കാം? അങ്ങനെയുണ്ട്. ഒരാളുടെ മുഴുവൻ സാലറിയും ആവശ്യമായി വന്നാൽ അത് സഹകരണ സംഘം കുടിശ്ശിക, കോപ്പറേറ്റീവ് ഡ്യൂസ് മുഴുവനായിട്ട് വേണമെങ്കിൽ ശമ്പളവും പിടിച്ചെടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരനെ PF സ്കീമിൽ ഉൾപ്പെടുത്തുകയും PF അക്കൗണ്ട് നമ്പർ ഓഫീസിൽ ലഭിക്കുകയും ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതായത് ഒരു എക്സാമ്പിൾ, ഒരു LDCയോ ഒരു ടീച്ചറോ സർവീസിൽ ജോയിൻ ചെയ്തു, അവരിപ്പോൾ PF നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്തു, GPF. ആ GPF അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് GPF നമ്പറിന് വേണ്ടിയിട്ട്. GPF നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ, ആ നമ്പർ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ GPF കോൺട്രിബ്യൂഷൻ നടത്താൻ, സബ്സ്ക്രിപ്ഷൻ നടത്താൻ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരാൾക്ക്, ഒരു ജീവനക്കാരൻ ചേർന്നു PF നമ്പറിന് അപ്ലൈ ചെയ്തു, നമ്പർ അലോട്ട് ചെയ്തു വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അത് ചെയ്യേണ്ടത് ഈ സർവീസ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ ടോപ്പ് കോർണറിൽ റെഡിങ്ങിൽ GPFന്റെ നമ്പർ എഴുതി വെക്കണമെന്നാണ് റൂള്. ശമ്പളത്തിന്റെ കോടതി അറ്റാച്ച്മെന്റ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന KFC രജിസ്റ്റർ ഏത് ഫോമിലാണ്? ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ
കോടതി ഇടപെട്ടത് മൂലമുണ്ടായിരിക്കുന്ന റിക്കവറികൾ നടത്താൻ വേണ്ടി രേഖപ്പെടുത്തുന്ന ഒരു KFC ഫോം ഉണ്ട്. ആ ഫോം ഏതാണ് എന്നാണ് ചോദ്യം. ആ ഫോം 4A ആണ്. 4A. അടുത്ത ചോദ്യം, KFC വോളിയം ആർട്ടിക്കിൾ 89 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 89 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം, ശമ്പള ബില്ലിൽ നിന്നുള്ള കുറവുകളെ കുറിച്ചാണ് ആർട്ടിക്കിൾ 89 പ്രതിപാദിക്കുന്നത്. ഡിഡക്ഷൻസ് ഫ്രം പേ ബിൽ. അടുത്ത ചോദ്യം, കോടതി അറ്റാച്ച്മെന്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ബത്ത ഏതാണ്? അതായത് ഇന്ന കാര്യങ്ങളിൽ നിന്ന് കോടതി അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും റിക്കവറി നടത്താൻ പാടില്ല എന്നുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് യാത്രാബത്ത 1. യാത്രാബത്തയിൽ നിന്ന് റിക്കവറി നടത്താൻ പാടില്ല. വീട്ടുവാടക ബത്തയിൽ നിന്നും റിക്കവറി നടത്താൻ പാടില്ല കോടതി അറ്റാച്ച്മെന്റിൽ. യൂണിഫോം ബത്തയിൽ നിന്നും റിക്കവറി നടത്താൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഇതെല്ലാം, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളെന്ന് പറയും. അപ്പോൾ ഈ 4th ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഇനി ഫുൾ ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഇത് ഓരോ ചാപ്റ്റർ നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിർബന്ധമായിട്ടും കേൾക്കണം. അപ്പോഴാണ് നമുക്ക് ആ കണ്ടന്റ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പുസ്തകങ്ങൾ ഫിനാൻഷ്യൽ കോഡും ബഡ്ജറ്റ് മാനുവലും തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ നമ്മൾക്കുള്ള ഈ ലഭിക്കുന്ന ഐഡിയാസൊക്കെ കൂടുതൽ കോൺക്രീറ്റ് ആവാൻ വേണ്ടി സഹായിക്കും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.